അസ്സലാമു അലൈക്കും ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളനും പരിപ്പും കൂടിയുള്ള ഒരു കറിയാണ്. നല്ല ഡിഷാണ്, നിങ്ങൾ മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷ് തന്നെയാണ്. അതിൽ ആവശ്യമായ ചേരുവകൾ: കുമ്പളങ്ങ ചെറുങ്ങനെയായി കട്ട് ചെയ്തത്, അതുപോലെ തോരപ്പരിപ്പ്, ആവശ്യത്തിന് കടുക്, ആവശ്യത്തിന് ജീരകം, ആവശ്യത്തിന് അയമോദകം നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്, അതുപോലെ ഹെൽത്തിയാണ്. അത് ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു അല്ലി, അതുപോലെ തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി, 4 സവാള, പച്ചപ്പറങ്കി. ഇതുപോലെയാണ് ചേരുവകൾ. ഇതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ നല്ല അടിപൊളി ഡിഷായി മാറും. ഇതിന് തന്നെ ഉച്ചക്കായാലും അതുപോലെ ചപ്പാത്തിക്കും നല്ല കോമ്പിനേഷനാണ്. ഇതിൽ ഞാൻ തേങ്ങ ചേർക്കുന്നില്ല. തേങ്ങ ചേർക്കാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾ തേങ്ങ ചേർക്കുന്നതാണെങ്കിൽ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി. ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങനേക്കാളും ടേസ്റ്റാണ്. ഇപ്പോൾ തേങ്ങ കിട്ടാറില്ല, അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കറി ഇങ്ങനെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നത്. ഞാൻ മുമ്പ് ഉണ്ടാക്കി എല്ലാവർക്കും, എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിന്. അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ച് ഞാൻ ഇട്ടതാണ്. എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, കറി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കുക്കറിൽ പരിപ്പിട്ടിട്ടുണ്ട്. അതുപോലെ വെള്ളം ഒഴിച്ച് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളമാകുമ്പോൾ നമുക്ക് വേഗം തിളച്ചിട്ട് കിട്ടും. ഇത് പരിപ്പ് കുക്കറിൽ തന്നെ ഇടണം ആദ്യം വേവിക്കാൻ. എന്നിട്ട് വെറും പരിപ്പിട്ട് വേവിച്ചാൽ മതി ആദ്യം. പിന്നെ അതിന് ശേഷം കുറച്ച് പരിപ്പ് വേകാനാകുമ്പോൾ കുമ്പളങ്ങി ഇട്ടാൽ മതി. അതുപോലെ പരിപ്പ് മുക്കാൽ വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുമ്പളം ചേർത്ത് കൊടുക്കാം. കുമ്പളം ചേർത്ത് കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കുക. കുമ്പളം ചേർത്ത് ഇളക്കി കൊടുത്ത് മൂടി ഒന്നുകൂടി വേവിക്കാം. ഓക്കെ, ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെയൊക്കെ കടുക്, അയമോദകം, ജീരകം എല്ലാം ഒന്നിച്ചിടാം. കടുക്, അയമോദകം, ജീരകം അതൊക്കെ ഒന്നിച്ചിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഒന്നിച്ചിടാം. ഉള്ളി ചേർത്തിട്ടുണ്ട്. കടുകും അയമോദകവും ജീരകം പൊട്ടിക്കഴിഞ്ഞിട്ട് ചോർത്ത് കഴിഞ്ഞിട്ട് ഉള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. 4 സവാളയാണ് ഇട്ടത്. അതുപോലെ തന്നെ ഞാൻ ഇട്ട ജീരകവും, ചെറിയ ജീരകവും, കടുകും, അയമോദകമൊക്കെ കണ്ടല്ലോ. അപ്പം അതൊക്കെ ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ നല്ല കറിയാവും. അതുപോലെ കുക്കറിൽ പരിപ്പ് ആവുന്നുണ്ട്. സവാള ഏകദേശം ചുവന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ചേർക്കുക വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി. ഇതൊക്കെ ചതച്ചിട്ടതാണ്. നല്ല സ്മെല്ലുണ്ടാവും ഇങ്ങനെ ഇട്ടാൽ. ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണം. ഇതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം. ഓക്കെ, ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാം അതിൻ്റെതായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ചപ്പാത്തിക്ക് കൂടിയും ചോറിൻ്റെ കൂടിയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ പച്ചമണം, വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും പച്ചമണം മാറിക്കഴിഞ്ഞാൽ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതുപോലെ മുറിച്ചിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇങ്ങനെയാണ് ചേർക്കേണ്ടത്.
ഇപ്പം നല്ല കളറ് വന്നില്ലേ. നമ്മളെ ബീഫും ചിക്കനൊക്കെ വെക്കുന്നില്ലേ അതുപോലെ തന്നെ. അപ്പം ഇതേമാതിരി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിൽ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചേർക്കാതിരുന്നത്. കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല സ്മെല്ലാകുമ്പോൾ നല്ല ഇതുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഈ പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇതിൻ്റെ പൊടികൾ പച്ച മണം പോകുന്ന വരെ ഇതിലിങ്ങനെ വെക്കാം. അതിനുശേഷം നമുക്ക് പരിപ്പും പിന്നെ കുമ്പളനും ഇടാം. ഓക്കെ, അതുപോലെ തന്നെ ആ പരിപ്പും കുമ്പളനും വേവിച്ച് ഞാൻ ഇതിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം കറി റെഡി ആയിട്ട് വരുന്നുണ്ട്. 2 തള കളിച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്യുക. അതിലൊക്കെ മല്ലിച്ചപ്പും ഒക്കെ മുറിച്ചിട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. മല്ലിച്ചപ്പ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇതിലിടുന്നില്ല. നിങ്ങൾ ഇത് എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ടേസ്റ്റ് നോക്കുക, അതിന് ഫീഡ്ബാക്ക് അറിയിക്കുക. ചോറിനും ചപ്പാത്തിക്കും നല്ല കോമ്പിനേഷനാണ്, സൂപ്പറാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. നല്ല അടിപൊളിയാണ്. ഈ രീതിയിൽ തന്നെ ചെയ്യണം.